ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അങ്ങനെ ഇ ഡി എത്തി. എല്ലാം ശരിയാകും, എല്ലാം ശരിയാക്കും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുഖ്യപ്രതികളുടെ 6 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടും. കേസിലെ മുഖ്യപ്രതി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി മരവിപ്പിച്ചത്. ഇനി നേരിട്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്കാണ് ഇ ഡി കടക്കുക. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഇ ഡി ആ നിർണായക നടപടിയിലേക്ക് കടക്കുകയാണ്. മുഖ്യപ്രതികളുടെ 6 കോടിയോളം, അതായത് പടുത്തുയർത്തിയ സാമ്രാജ്യമെല്ലാം ഇതാ ഇ ഡി തകർത്തെറിയാൻ പോകുന്നു. 6 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്തുക്കളൊക്കെ മരവിപ്പിച്ചല്ലോ. ഇനി എന്താകും ഇ ഡിയുടെ തുടരന്വേഷണം, തുടർ നടപടികൾ? അശ്വതി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപയുടെ സ്വത്തുവകകളാണ് ഇ ഡി മരവിപ്പിച്ചത്. ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്കുള്ള നടപടി എന്ന് പറയുന്നത് ഈ സ്വത്തുവകകളൊക്കെ തന്നെ കണ്ടുകെട്ടുക. അതിനുള്ള നടപടികളിലേക്ക് ഇ ഡി ഉടൻ തന്നെ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രമല്ല കൂട്ടുപ്രതികളുടെയും സ്വത്തുവകകൾ ഇ ഡി കണ്ടുകെട്ടുന്നുണ്ട്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള എ പത്മകുമാർ, എൻ വാസു, അങ്ങനെ ഈ കൂട്ടുപ്രതികളായിട്ടുള്ള എല്ലാവരുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടാനായിട്ടുള്ള ഒരു നടപടിയിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. നിലവിൽ ആദ്യഘട്ടത്തിൽ, അതായത് ഇപ്പോൾ നിലവിൽ മരവിപ്പിച്ച സ്വത്തുവകകൾക്കപ്പുറത്തേക്ക് ഇനി കണ്ടുകെട്ടാനുള്ള സ്വത്തുവകൾ എന്ന് പറയുന്നത് 6 കോടിയോളം രൂപ വരും. നിലവിലെ കണക്ക് പ്രകാരം, അതായത് പട്ടികകളൊക്കെ തന്നെ ഇ ഡി കണക്കാക്കിയിട്ടുണ്ട്. ഏതൊക്കെ, ആരുടെയൊക്കെ, ഏത് പ്രതികളുടെയൊക്കെ തന്നെ സ്വത്തുവകൾ കണ്ടുകെട്ടണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ 6 കോടിയുടെ സ്വത്തുവകളാണ് കണ്ടുകെട്ടുക. അതിനുശേഷമാണ് എത്രത്തോളം പങ്ക് ഈ പറയുന്ന കൂട്ടുപ്രതികൾ കൈപ്പറ്റിയിട്ടുണ്ട്, അങ്ങനെ ആ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ മൂല്യവും തോതും അനുസരിച്ചുകൊണ്ട് തന്നെ കൂടുതൽ സ്വത്തുവകൾ കണ്ടുകെട്ടാനായിട്ടുള്ള നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക തന്നെ ചെയ്യും. ഏറ്റവും കൂടുതൽ ധനസമ്പാദനം ഈ സ്വർണം കവർന്നെടുത്തിലൂടെ നടത്തിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ളതാണ് ഇ ഡിയുടെ നിഗമനം. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്തുവകൾ ആദ്യഘട്ടത്തിൽ കണ്ടുകെട്ടാനായിട്ടുള്ള നടപടിയിലേക്ക് ഇ ഡി കടന്നിട്ടുള്ളത്. ഈ ധനസമ്പാദനം എന്നതിന് അപ്പുറത്തേക്ക് മറ്റു തലത്തിലുള്ള കവർച്ച അല്ലെങ്കിൽ മറ്റു തലത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും കൂട്ടുപ്രതികളുടെ ഈ സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെയൊക്കെ തന്നെ വീടുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, ഓഫീസുകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് ഇ ഡിയുടെ റെയ്ഡും പരിശോധനയൊക്കെ തന്നെ നടന്നത്. ഈ പരിശോധനയിലും റെയ്ഡിലും ഒക്കെ തന്നെ കൃത്യമായിട്ട് ചില തെളിവുകൾ, ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധിപ്പിക്കുന്ന ചില തെളിവുകളൊക്കെ തന്നെ ഇ ഡിക്ക് ലഭിച്ചു എന്നാണ് സൂചന. മറ്റൊന്ന്, ഈ കൂട്ടുപ്രതികളായിട്ടുള്ള മുരാരി ബാബുവിൻ്റെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ടുള്ള വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും ഒക്കെ തന്നെ അടുത്ത ബന്ധുക്കളുടെ നിക്ഷേപങ്ങൾ കൂടി ഇ ഡി പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ ബിനാമി നിക്ഷേപങ്ങളാണ് പലരും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ബിനാമി നിക്ഷേപങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. എന്തായാലും ഈ ബിനാമി നിക്ഷേപങ്ങൾ എത്രത്തോളം ഉണ്ട്, ഏത് വിധത്തിലാണ്, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. മറ്റൊന്ന്, ഈ നേരത്തെ SIT സംഘത്തിന്റെ പ്രതിപട്ടികയിലുള്ളത് 13 പേർ മാത്രമാണ്, അല്ലെങ്കിൽ 13-15 പേർ മാത്രമാണ്. പക്ഷേ ഇ ഡിയുടെ ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റിൽ 32ഓളം പേർ വരും. അതിൽ കൂടുതൽ ആളുകളിലേക്ക് ഇ ഡിയുടെ അന്വേഷണം നീളുമെന്നാണ് നിലവിലെ വിവരം. കാരണം ഇ ഡി അന്വേഷണം നടത്തുന്നത് കള്ളപ്പണ ഇടപാട് മാത്രമല്ല, അതിൽ കൂടുതൽ ഈ സ്വർണം കവർന്നെടുത്ത സ്വർണം ഏത് വിധത്തിലാണ് ഇവർ വിനിയോഗിച്ചിട്ടുള്ളത്, പിന്നീട് അവർ ഈ ധനസമ്പാദനം എത്രത്തോളം പ്രയോജനപ്പെടുത്തി, അതായത് അടുത്ത ബന്ധുക്കളിലേക്കടക്കം നിക്ഷേപങ്ങൾ മാറ്റിയിട്ടുണ്ടോ, ഇതുൾപ്പെടെയുള്ള വിശദമായിട്ടുള്ള അന്വേഷണം കടക്കുന്നുണ്ട്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള നടപടി എന്നുള്ള രീതിയിൽ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്തുവകൾ മരവിപ്പിച്ചിട്ടുണ്ട്. അത് വീണ്ടും കണ്ടുകെട്ടാനായിട്ടുള്ള നടപടിയിലേക്കാണ് കടക്കുക. അതോടൊപ്പം തന്നെ കൂട്ടുപ്രതികളുടെയും സ്വത്തുവകൾ കണ്ടെത്തും. ഇവരുടെ വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ, ഇവ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണത്തിലേക്ക് ഇ ഡി കടക്കുന്നുണ്ട്. അവയുൾപ്പെടെ കണ്ടുകെട്ടാനായിട്ടുള്ള ഒരു നടപടിയിലേക്കായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിന്നീട് പോവുക. അശ്വതി. രേഷ്മ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ 13 പ്രതികൾ മാത്രമുള്ള SIT പട്ടിക, മറുവശത്ത് ഇ ഡി എത്തുമ്പോൾ 30-ലധികം പേരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇ ഡി എത്തിയിട്ട് ഒരാഴ്ച പോലും ആയില്ല, അതിനു മുമ്പേ 30-ലധികം പ്രതികളുടെ പേര് പട്ടികയിൽ വന്നു കഴിഞ്ഞു. SIT സംഘത്തിന്റെ വീഴ്ചകൾ ഓരോന്നായി തെളിയിക്കുന്നതാണ് ഇ ഡി എത്തുമ്പോൾ. അതിൽ ചില നിർണായക വീഴ്ചകൾ ഇ ഡി കണ്ടെത്തുന്നു. 6 കോടിയോളം രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നത്. ഇനി പലരും കുടുങ്ങും.